ആ ചേട്ടാ ഗുഡ് മോർണിംഗ്. ആ നീയോ കേറി വാ. പുതിയ മീൻകുളം എന്താ സെറ്റ് ചെയ്തെന്ന് കേട്ടല്ലോ. ആ അതെ ഇതാ. ആഹാ ഇതെന്താ റെഡിമേഡാ? ആ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന കമ്പനിയില്ലേ റിഗാറ്റ, അവരുടെ പ്രൊഡക്റ്റാ. ഇത് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിന് 4 അടി ഡയമീറ്ററും 3.5 അടി ഹൈറ്റും. ഇത് എന്ത് മെറ്റീരിയലാ? നമ്മുടെ വീടിന് മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കൊക്കെ നിർമ്മിക്കുന്ന അതേ മെറ്റീരിയലാ. LLDP പ്ലാസ്റ്റിക്. എങ്ങനെയാ അതിന്റെ വില? 500 ലിറ്ററിന്റെ ടാങ്കിന് 3000 രൂപ. 1000 ലിറ്റർ ടാങ്കിൻ്റെ അകത്ത് നമുക്ക് 100 മീൻ കുഞ്ഞുങ്ങളെ വരെ വളർത്താം. ഇതിലിപ്പോ ഏതൊക്കെ ടൈപ്പ് മീനുകളാ ഉള്ളേ? സാധാരണ നമ്മൾ നാട്ടിൽ വളർത്തുന്ന എല്ലാത്തരം മീനുകളും ഇതിൻ്റെ അകത്ത് വളർത്താം. ഗിഫ്റ്റ്, തിലോപ്പിയ, വാള, നട്ടർ, കാർപ്പ്, അങ്ങനെ എന്തും. പക്ഷേ ഈ മീൻ കുഞ്ഞുങ്ങളെ എവിടുന്ന് സംഘടിപ്പിക്കും? ഗവൺമെൻറ് ഹാച്ചറികളിൽ എല്ലാത്തരം മീൻ കുഞ്ഞുങ്ങളും കിട്ടും. എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് ഹാച്ചറികളുണ്ട്. ഓ എല്ലായിടത്തും ഉണ്ടല്ലേ. ഇത് സെറ്റ് ചെയ്യാൻ വലിയ പാടാണോ? ഏയ് സിമ്പിൾ അല്ലേ. ദേ ഈ ഡ്രെയിൻ വാൽവ് ഇങ്ങനെ പിടിപ്പിക്കുക, പിന്നെ ഓക്സിജൻ പമ്പ്, നെറ്റ്, സംഭവം കഴിഞ്ഞു. പിന്നെ ഇത് UV പ്രൊട്ടക്റ്റഡാ. മുറ്റത്തോട്ട് അരസില്ല, എവിടെ വേണേലും വെക്കാം. വീട്ടിലൊരു പഴയ വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട്. അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് ഉപയോഗിച്ചാലോ? അബദ്ധമാണ് ഈ കാണിക്കാൻ പോണേ. വാട്ടർ ടാങ്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബലമെല്ലാം പോയില്ലേ. വെള്ളം നിറഞ്ഞാൽ ടാങ്ക് പൊട്ടിപ്പോവും. ഓ അത് ശരിയാ. നിന്റെ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ അല്ലേ, അതെ. അതിൽ കയറി റിഗാറ്റ ടാങ്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്ക് വിൽക്കുന്ന കടകളുടെ ഫുൾ അഡ്രസ്സ് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്നില്ലേ, ആ കടകളിലൊക്കെ ഈ ടാങ്ക് കിട്ടും. ഒരെണ്ണം വാങ്ങി വെച്ചാൽ സമാധാനത്തോടെ മീൻ വളർത്താം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എൻ്റെ നമ്പർ പിടിച്ചോ, എന്നെ വിളിച്ചാൽ മതി. ആ ശരി ചേട്ടാ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിച്ചോളാം. ആ നമ്പർ ഒന്ന് തന്നെ.